ഹലോ ഗീസ് വെൽക്കം ബാക്ക്. അങ്ങനെ പതിപോലെ നമ്മൾ ഉച്ചയ്ക്കിനെ മഴയൊക്കെ ആസ്വദിച്ച് കോളേജിൽ നിന്നപ്പോഴാണ് നമ്മളിത് ശ്രദ്ധിച്ചത്. നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു വണ്ടി ഇത് എവിടെ നിൽക്കുന്നു. അതുമല്ല അവരെന്തോ സ്പീക്കറോ കാര്യങ്ങളോ സെറ്റ് ചെയ്ത് നമ്മളങ്ങനെ താഴെ വന്ന് എന്തോ നോക്കാൻ നിന്നപ്പോഴത്തേക്കും ഒരുവിധം നമ്മളെ സ്റ്റുഡൻസ് എല്ലാവരും അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവിടെ GDN മൂവിയുടെ പ്രൊമോഷനാണ്. അപ്പോൾ ഇന്നാണ് മൂവി റിലീസായത്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നതാണ് നമ്മളെ കോളേജിൽ. ഒരുപാട് വാല്യുള്ള ഒരു താരമാണ് നമ്മുടെ മാധവൻ. നമ്മൾ ഒരു കാലം മുതലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു താരമാണ് മാധവൻ. അപ്പോൾ മാധവൻ നായകനാവുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. ഇതൊരു റിയൽ സ്റ്റോറിയാണ്. GD നായിഡു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ, ഒരു ബിസിനസ്സുകാരനും ശാസ്ത്രജ്ഞനുമായ ഒരു വ്യക്തിയുടെ സംഭവ കഥയാണ്. പിന്നെ അത് കഴിഞ്ഞ് എന്ത് പ്രോഗ്രാം വന്നാലും പാട്ട് പാടാൻ അറിയാവുന്ന ആരെങ്കിലും ഒന്നും ചോദിക്കില്ല, അത് പതിവാണല്ലോ. അതേ കണക്കൻ ഇവിടെയും ചോദിച്ചു പാട്ട് പാടാൻ അറിയാവുന്ന ആരാന്ന്. അങ്ങനെ പാട്ട് പാടാനുള്ള ആളെത്തി. ഇനി നമുക്കൊരല്പം പാട്ട് കേൾക്കാം. നെഞ്ചുക്കുള്ള നീ താനേ, കണ്ണുകൾ മുഴുതും നീ താനേ, കാതൽ என்பது നീയേ ഫാത്തിമ ഫാത്തിമ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഗേൾസിന്റെ സൈഡിൽ നിന്ന് ആരെങ്കിലും പാടാൻ വരാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പാട്ട് പാടാൻ വന്നത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും കാണും ഒരാവശ്യമില്ലാതെ മോട്ടർ ആക്കി വിടുന്ന കുറെ ഫ്രണ്ട്സ്. അങ്ങനെ അവളെ മോട്ടർ ആക്കി വിട്ടതാണ് ഈ കാണുന്ന ഗ്യാങ്. എന്നിട്ട് ഇത് ഒന്നും അറിയാത്ത കണക്കിരുന്ന് കൈയടിക്കുന്നു. നീ തുള്ളി കളിക്കല്ല പെണ്ണെ, നിന്റെ മംഗല്യം വന്നല്ലോ പെണ്ണെ, എടി ലൈലേ ലൈലേ, നിൻ ചാരത്ത് വന്ന് ഞാൻ നിൽക്കും, നിന്റെ മാറത്ത് താലി ഞാൻ ചാർത്തും, ആ കവിളത്ത് മുത്തൻ ഞാൻ നൽകും, എടി ലൈലേ ലൈലേ. എന്തായാലും അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവള് നല്ലോണം പാടിയിട്ടുണ്ട്. ഈ ഞാൻ അങ്ങോട്ട് നടന്നു വന്നേന്നല്ലേ പറഞ്ഞുതരാം. അവരൊരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കറക്റ്റ് ഉത്തരം പറഞ്ഞതിന് ഗിഫ്റ്റ് തരാൻ വിളിച്ചാണ് എന്നെ. ചോദിച്ച ചോദ്യം കടലിലും ഉണ്ട് കുതിരയിലും ഉണ്ട്. സംഭവം അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ തിരയായിരുന്നു. അപ്പൊ ഉത്തരം പറഞ്ഞപ്പോ സമ്മാനം തരാൻ വായോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി. എന്തായാലും പ്രോഗ്രാം ചുമ്മാ കാണാൻ ചെന്നാണെങ്കിലും നമുക്കൊരു പ്രൈസ് കിട്ടി. എന്തായാലും പ്രൈസ് കിട്ടിയപ്പോ നമ്മളും ഹാപ്പി. ഇത്ര നേരം അവിടെ നിന്നെങ്കിലും ഈ ഒരു പ്രൈസ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് എല്ലാരും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പിടിച്ചിരുത്തി. മലയാള മനോരമ വരൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. സംഭവം ഒരു കപ്പാണ്, അവരുടെ മൂവിയുടെ പോസ്റ്റർ ഒക്കെ ഉള്ള ഒരു കപ്പ്. ബിലാല് കാണണമെന്ന് പറഞ്ഞപ്പോ അവന്റെ കയ്യിൽ കൊടുത്ത് അൺബോക്സ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഗിഫ്റ്റ് കിട്ടിയല്ലോ. അതെ ഗൈസ്, ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടി ഗൈസ്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.